ഏറനാടൻ കളരിയിൽ മഹായുദ്ധമാണ്. മണ്ഡലം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും തീക്ഷ്ണമായ തിരഞ്ഞെടുപ്പ് പോരാട്ടം. നിലമ്പൂരിൽ ഇടത് തേരോട്ടത്തിന് തടയിട്ട് മണ്ഡലത്തെ ഉള്ളം കൈയിലാക്കി പതിറ്റാണ്ടുകളടക്കിവാണ ആര്യാടൻ മുഹമ്മദിന്റെ പാരമ്പര്യം തുടരാൻ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ നേരത്തെ കളത്തിലിറക്കി UDF. പതിവ് സ്വതന്ത്ര പരീക്ഷണം ഇത്തവണയും ആവർത്തിക്കുമെന്ന സൂചനകൾക്കിടെ CPIM-ന്റെ സർജിക്കൽ സ്ട്രൈക്ക്. സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനുമായ M. സ്വരാജിനെ പോരിനിറക്കി. രാഷ്ട്രീയ യുദ്ധത്തിന് നിലമ്പൂരിൽ LDF മൂർച്ച കൂട്ടി. പിണറായി സത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് MLA സ്ഥാനം PV അൻവർ വലിച്ചെറിഞ്ഞതോടെയാണ് നിലമ്പൂരിൽ വീണ്ടും തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. എന്നാൽ ഇന്ന് UDF-നോടും തെറ്റിപ്പിരിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും നിലമ്പൂർ അംഗത്തിലേക്ക് അൻവറുമുണ്ട്. കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുക. നിലമ്പൂരിൽ മത്സരത്തിനെയില്ലെന്ന് ആദ്യമേ പറയുന്നുണ്ടായിരുന്നു BJP. BDJS സ്ഥാനാർത്ഥിയെ നിർത്താൻ പലവട്ടം ശ്രമിച്ചു. അവർ വഴങ്ങാത്തപ്പോൾ ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുത്ത് മഞ്ചേരി കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ പോരിനിറക്കി. അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടിയെ നിർത്തി SDPIയും മത്സരത്തിലുണ്ട്. മുന്നണികൾക്കിത് വരാനിരിക്കുന്ന മഹാതിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് മുന്നേയുള്ള അഗ്നിപരീക്ഷണം. മൂന്നാം തുടർഭരണമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പടി കയറാൻ മുന്നണിയെ കുത്തി പടിയിറങ്ങിയ PV അൻവറിന് മറുപടി നൽകാൻ LDF-ന് നിലമ്പൂർ കോട്ട കടന്നേ പറ്റൂ. കയ്യിൽ നിന്ന് 10 വർഷമായി അകലെ നിൽക്കുന്ന ഭരണചക്രം വീണ്ടും തിരിക്കാൻ UDF-ന് ആത്മവിശ്വാസം കിട്ടാൻ നിലമ്പൂർ ജയം അനിവാര്യമാണ്. 2 വട്ടം LDF തണലിൽ എതിരാളികളെ മലർത്തിയടിച്ച PV അൻവർ ഇനി ഒറ്റയ്ക്ക് വഴിവെട്ടുമ്പോൾ തന്റെ ശക്തിയെന്തെന്ന് കാണിക്കാൻ നിലമ്പൂർ ഫലം നിർണായകമാണ്. കയ്യിലുള്ള വോട്ട് ഭദ്രമാണോ എന്ന് BJPക്കും തെളിയിക്കണം. രാഷ്ട്രീയ മുന്നണികൾക്കിത് നിലമ്പൂർ എൽ ക്ലാസിക്കോ. ഏറനാടൻ അങ്കക്കളരിയിൽ ആര് വാഴും, ആരൊക്കെ വീഴും? കാത്തിരിക്കാം ജൂൺ 23 വരെ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.